പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ എപ്രകാരം ജനിച്ചു എന്നുള്ളതും ദൈവത്തിന് വിഷയമല്ല. ഒരുപക്ഷെ തീരെ സാമ്പത്തികമാകുന്ന സ്ഥിതിയില്ലാതെ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറ്റ കുടിലിൽ ജനിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങൾ എവിടെ ജനിച്ചാലും ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ജനിച്ചതിന് മുമ്പേ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ജനിച്ചതിന് മുമ്പ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായത് കാരണം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായത് കാരണം ഒറ്റ ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. ഒരാഭിചാരത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു പൈശാചികമാകുന്ന ശക്തികൾക്കോ നിങ്ങളെ ബന്ധിക്കുവാനോ നിങ്ങളെ തോൽപ്പിക്കുവാനോ പറ്റുകയില്ല. ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ അങ്ങനെ നിങ്ങൾ തോറ്റിരിക്കുന്നവരാണെങ്കിൽ, പരാജയം മാത്രം കണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഈ ശുശ്രൂഷയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അസാധാരണമാകുന്ന ദൈവശക്തി, അസാധാരണമാകുന്ന ദൈവിക വിടുതൽ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ നിങ്ങൾ ഇന്ന് പകൽക്കാലം അനുഭവിക്കുവാനിടയായിത്തീരും. ഒരു വാക്യം നമ്മൾ ഒരുമിച്ച് വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു പോകാം. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട്, ആ ബാബേൽ പ്രവാസത്തിൽ സെരുബാബേൽ എന്നറിയപ്പെടുന്ന വ്യക്തി ജനിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഒരു ജനനമായിട്ടുള്ള അനുഭവമാണ് നമ്മൾ വായിച്ചത്. ബാബേൽ പ്രവാസത്തിലാണ് സെരുബാബേൽ എന്നറിയപ്പെടുന്ന വ്യക്തി ജനിക്കുവാനിടയായി തീർന്നത്. ആമേൻ. എന്നെ കേൾക്കുന്ന പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരായ കാരണം ഞാൻ ആ വചനം വിശകലനം ചെയ്ത് പറവാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ദേശത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് അവരെ അടിമകളാക്കി കൊണ്ടുപോകുവാനിടയായി തീർന്നു. അപ്പോൾ ഈ സെരുബാബേൽ എന്നറിയപ്പെടുന്ന വ്യക്തി അവൻ ജനിച്ചത് അടിമത്തത്തിലാണ്. ആമേൻ. അവൻ ജനിച്ചത് അവൻ്റെ സ്വന്തം രാജ്യത്തിലല്ല, അവൻ ജനിച്ചത് അവൻ്റെ സ്വന്തം ദേശത്തിലുമല്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾ ജനിച്ചു വീഴ്ത്തപ്പെട്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഹല്ലേലൂയ, അതിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വചനത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ പറയപ്പെടുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് ഏത് ഉദ്ദേശത്തോടു കൂടി പോയോ ആ ഉദ്ദേശം നിറവേറ്റിയിട്ടേ മടങ്ങി വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ പറയപ്പെടുന്ന ഈ ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ ഓർപ്പിക്കുകയാണ്. ബാബേൽ പ്രവാസത്തിൽ ജനിച്ച സെരുബാബേൽ, ഹല്ലേലൂയ, സ്വാതന്ത്ര്യമില്ലാതെ അവനവൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ഒക്കെ ആരാധിക്കാൻ പറ്റാത്ത രീതിയിൽ അടിമത്തത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി ദൈവം തീർക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടൊരു പ്രവചന ശബ്ദം ഞാൻ കൈമാറാം. നിങ്ങളെ എങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോയാലും, എത്ര ഹാർഡാണ് നിങ്ങളുടെ ലൈഫ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ ഞെരുക്കത്തിലായിരുന്നാലും
നിങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നാലും, നിങ്ങളിപ്പോൾ രോഗത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഓർത്തുകൊള്ളുക, നിങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിച്ചു കളവാൻ പറ്റുകയില്ല. നിങ്ങളുടെ ജനനത്തെ നോക്കിക്കൊണ്ട്, എനിക്കറിയാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനനത്തെയൊക്കെ നോക്കിക്കൊണ്ട് ശപിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ തലവിധിയാണ്, എൻ്റെ വിധിയാണിത്, എൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കെട്ടിയ അനുഭവമാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്കൊരിക്കലും വിശാലതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയില്ലെന്നൊക്കെ നിങ്ങളെ നോക്കി പറയുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എവിടെ നിങ്ങൾ ജനിച്ചാലും, എപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും, അവിടെ നിന്ന് ആ ജനിച്ച ആ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആ ജനിച്ച ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന്, നിങ്ങൾ പറയുന്ന ശാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളെ പുറത്തെടുക്കാൻ പറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. ദൈവവചനം പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, എന്നാ വേടാണെന്നറിയാമോ, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പ് അവൻ എന്നെ കാണുവാനിടയായി തീർന്നു, അവൻ എന്നെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോഴല്ല ദൈവം നിങ്ങളെ കണ്ടത്. നിങ്ങൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അവൻ നിങ്ങളെ കണ്ടു. യേശു നിങ്ങളെ കണ്ടു. യേശു നിങ്ങളെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ബൈബിളിൽ പൗലോസ് എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, എങ്കിലും എൻ്റെ ജനനം മുതൽ തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ആമേൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ദൈവം കണ്ടത്, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് നിങ്ങളുടെ എബിലിറ്റിയോ, നിങ്ങളുടെ കഴിവോ, നിങ്ങളുടെ സമ്പത്തോ ഇതൊന്നും നോക്കിയിട്ടല്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ കാണുവാനിടയായി തീർന്നു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഒന്ന് എന്നോടൊപ്പം ചേർന്ന് പറയാമോ? നിങ്ങളായിരിക്കുന്ന ആ ഭവനത്തിൽ എന്നോടൊപ്പം ചേർന്നൊന്ന് പറയാമോ? ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അവൻ എന്നെ കണ്ടിട്ടുണ്ട്, അവൻ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവനാൽ പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നത്. ഈ ഒരു അവയർനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈവെക്കുന്നതിൽ മൊത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ എവിടെ പോകുന്നോ അവിടെ നിങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറുവാൻ വേണ്ടി പോകുകയാണ്. ഒരിക്കൽ ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നറിയപ്പെടുന്ന 3 ബാലന്മാരെ പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവൻ നെബൂഖദ്നേസറിന് വരെ അറിയില്ലായിരുന്നു അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവരെ എന്തിനു കണ്ടോ അതിലേക്ക് ദൈവം നയിക്കുവാനിടയായി തീർന്നു. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ ദൈവം അവരെ എന്തിനു കണ്ടോ ആ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ബൗണ്ടറികളെ നിങ്ങളിന്ന് പൊളിക്കുക. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് കഴിയുകയില്ലെന്നും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ എൻഡ് ആകുകയുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയിൽ നിങ്ങളായിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക, നിങ്ങൾ പൊളിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ളൊരു ദൈവം, ഹല്ലേലൂയ, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് എത്ര പേർക്കത് മനസ്സിലാക്കുന്നു? എത്ര പേരത് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തും? നിങ്ങളോട് ദൈവം കൂടെയുണ്ട്. നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ ഹാഗാർ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഒളിച്ചോടി പോയപ്പോൾ അവൾ ചിന്തിച്ചത് അവളെ കാണുവാൻ ആരുമില്ലെന്നാണ്. എന്നാൽ
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഞാൻ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നെങ്കിലും എന്നെ കാണുന്നവന്റെ കണ്ണിവിടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര വലിയ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞാലും, നിങ്ങളെ നോക്കിക്കൊണ്ടൊരു ദൈവശബ്ദം ഞാൻ കൈമാറാം. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളോട് കൂടെയുള്ളൊരു ദൈവമുണ്ട്, നിങ്ങളോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളെ നോക്കാതെ, ആമേൻ, നിങ്ങൾ ജനിച്ച അനുഭവങ്ങളെ ശപിക്കാതെ, നിങ്ങളോട് കൂടെയുള്ള ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ആ ദൈവത്തിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവിക മാറ്റങ്ങൾ കടന്നു വരുന്നത് ഞാൻ കാണുന്നു. അവൻ ചില ബിസിനസ്സിനകത്ത് ദൈവിക മാറ്റങ്ങൾ കടന്നു വരുന്നത് ഞാൻ കാണുന്നു. ചിലരുടെ വിദ്യാഭ്യാസത്തിന്മേൽ ദൈവിക മാറ്റങ്ങൾ കടന്നു വരുന്നത് ഞാൻ കാണുന്നു. കാരണം നിങ്ങളോട് കൂടെയുള്ളത് ദൈവമാണ്, നിങ്ങളോട് കൂടെയുള്ളത് ആ യേശുവാണ്. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ നിർമ്മിക്കുകയും നിങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു ദൈവത്തെയാണ് നിങ്ങൾ കാണുന്നത്, ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ശാപത്തിന്റെയോ പാപത്തിന്റെയോ രോഗത്തിന്റെയോ അടിമത്തത്തിൽ കിടക്കാൻ പറ്റുകയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ ദൈവവചനത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ നിങ്ങൾ എപ്രകാരം ജനിച്ചാലും അതിനു മുമ്പ് നിങ്ങളെ കണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങളെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാറ്റത്തിലാണ്. നിങ്ങളോട് കൂടെ ദൈവം ചലിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരേത് അനുഭവത്തിൽ കൂടി കടന്നുപോയാലും, ഇവർ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ഇവരെ കണ്ടതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കടങ്ങൾ മാറട്ടെ. ശാപങ്ങളെ ശാസിക്കുകയാണ്, രോഗങ്ങളെ ശാസിക്കുകയാണ്. ദൈവപ്രവൃത്തി ഇവരുടെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അങ്ങനെ ചെയ്തിരിക്കിയാൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് വിളിച്ചറിയിക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.